ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 117 വാല്യം 3. ഈശോ ലാസറസിന്റെ വീട്ടിൽ. തെളിവെള്ളം എന്ന സ്ഥലത്തേക്ക് പോകുന്നതിനു മുമ്പ് ബെഥനി സ്ഥിതി ചെയ്യുന്ന ഉന്നത തടത്തിലേക്ക് കുത്തനെയുള്ള കുറുക്കുവഴിയിലൂടെ ഈശോ കയറുന്നു. ഇത് ബെഥനിയിലേക്കുള്ള പ്രധാന റോഡല്ല. ഇത് വളരെ കുത്തനെയുള്ള വഴിയായതുകൊണ്ട് അധികമാരും ആ വഴി ഉപയോഗിക്കാറില്ല. തിരക്കുള്ളവരും ആടിനെ മേയ്ക്കുന്നവരും മറ്റുള്ളവരുടെ ശ്രദ്ധ ആഗ്രഹിക്കാത്തവരും ഈ വഴിയെ കയറും. ഈശോ ഇന്ന് ജനശ്രദ്ധയിൽ പെടാതിരിക്കാനാണ് ഈ വഴിയെ കയറുന്നത്. തീക്ഷ്ണനായ ശിമയോനോട് വളരെ കാര്യമായി സംസാരിച്ചുകൊണ്ട് ഈശോ മുമ്പേ പോകുന്നു. പിന്നിൽ ഈശോയുടെ സഹോദരന്മാരും ജോണും ആൻഡ്രൂവും ഒരു ചെറുഗണമായി. അവർക്ക് പിന്നിലായി സെബെദീപുത്രൻ ജെയിംസ്, മാത്യു, തോമസ്, ഫിലിപ്പ്, ബർത്തലോമിയോ, പത്രോസ്, യൂദാസ്കറിയോത്ത എന്നിവരുടെ ഗണം. അവർ മുകളിലെത്തി. നവംബറിലെ ഒരു തെളിവുള്ള ദിവസം. ബെഥനി മനോഹരമായിരിക്കുന്നു. കിഴക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ യോർദാൻ താഴ്വരയും ജെറീക്കോ റോഡും കാണാം. ഈശോ ജോണിനെ വിളിച്ച് താൻ വന്നിരിക്കുന്ന വിവരം ലാസറസിനെ അറിയിക്കാൻ അയക്കുന്നു. ജോൺ വേഗം നടന്നു പോകുന്നു. ഈശോയും സാവധാനം നടക്കുകയാണ്. സ്ഥലത്തെ ആളുകൾ എല്ലായിടത്തും ഈശോയെ അഭിവാദ്യം ചെയ്യുന്നു. ലാസറസിന്റെ വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങി വരുന്നത് ഒരു സ്ത്രീയാണ്. അവൾ നിലത്ത് സാഷ്ടാംഗം വീണ് പറയുന്നു, എന്റെ ഗൃഹനാഥയുടെ ഭവനത്തിന് ഇന്ന് ഭാഗ്യമുള്ള ദിവസം. ഗുരുവേ വരൂ, ഇത് മാക്സിമിന്നൂസ് ആണ്. ലാസറസ് ഗേറ്റിങ്കിലുണ്ട്. മാക്സിമിന്നൂസ് നടന്നു വരുന്നു. ഇയാൾ ആരാണെന്ന് കൃത്യമായി എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ അയാൾ ഇവരുടെ ഒരു ബന്ധുവാണ്. ഇവരോളം സമ്പത്തില്ല. എന്നാലും തിയോഫിലസിന്റെ മക്കൾ അയാളെ കൃത്യമായി കരുതുന്നു. അല്ലെങ്കിൽ അവരുടെ വിസ്തൃതങ്ങളായ എസ്റ്റേറ്റുകളുടെ നടത്തിപ്പുകാരനാണ്. അയാളുടെ ദീർഘനാളത്തെ സേവനവും വിശ്വസ്തതയും നിമിത്തം കുടുംബത്തിന്റെ ഒരു സ്നേഹിതനെ പോലെ അയാളെ അവർ കരുതുന്നു. ഒരുപക്ഷെ അവരുടെ പിതാവിന്റെ നടത്തിപ്പുകാരിൽ ഒരാളുടെ പുത്രനായിരിക്കാം. മക്കൾ അതേ സ്ഥാനം തന്നെ അയാൾക്കും കൊടുത്തിരിക്കുന്നതായിരിക്കാം. ഇയാൾ ലാസറിനേക്കാൾ അല്പം കൂടെ പ്രായം കൂടിയ ആളാണ്. അതായത് ഒരു 35 വയസ്സിനു മേൽ കാണും. ഇത്രയും വേഗം വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, അയാൾ പറയുന്നു. ഒരു രാത്രി ഇവിടെ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് എന്നത്തേക്കുമായാൽ ഞങ്ങളെ നീ സന്തോഷിപ്പിക്കുകയായിരിക്കും ചെയ്യുക. അവർ വീടിന്റെ പടിക്കലെത്തി. ലാസറസ് വന്ന് ഈശോയെ ചുംബിക്കുകയും ആലിംഗനം ചെയ്യുകയും ശിഷ്യരെ അഭിവാദനം ചെയ്യുകയും ചെയ്യുന്നു. ഈശോയുടെ നടുവിന് ചുറ്റി കൈ പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ മറ്റുള്ളവരെ വിട്ട് തോട്ടത്തിലേക്ക് പോകുകയാണ്. എന്നിട്ട് ഉടൻ ചോദിക്കുന്നു, അങ്ങേ സാന്നിധ്യത്തിന്റെ സന്തോഷം എനിക്ക് നൽകാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത്? ഈ സാന്നിധ്യത്തിന് ഞാൻ എന്തിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്? സൻഹെദ്രിൻ സഭാംഗങ്ങളുടെ ശത്രുതയോടാണ് കടപ്പെട്ടിരിക്കുന്നത്. അവർ നിന്നെ ഉപദ്രവിച്ചോ വീണ്ടും? ഇല്ല, എങ്കിലും അവർ ആഗ്രഹിക്കുന്നു. സമയം ഇനിയും ആയിട്ടില്ല. ഞാൻ പാലസ്തീന മുഴുവൻ ഉഴുതു വിത്ത് വിതച്ച് കഴിയുന്നതുവരെ നിഷ്കാസിതനാകയില്ല. നീയെ കൊയ്ത്ത് നടത്തണം, അങ്ങനെ വേണമെന്നുള്ളത് വെറും നീതിയാകുന്നു. എന്റെ സ്നേഹിതർ കൊയ്ത്ത് നടത്തിക്കൊള്ളും. ഞാൻ വിതച്ചിടത്ത് അവർ അരിവാൾ പ്രയോഗിക്കും. ലാസറസെ, ജെറുസലേമിൽ നിന്നും ദൂരേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എനിക്കിത് നേരത്തെ അറിയാം. വേറൊന്നും നേടിയില്ലെങ്കിലും സുവിശേഷം പ്രസംഗിക്കാൻ അത് എന്നെ ശക്തനാക്കും. സിയോനിൽ അതുപോലും എനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വീടുകളിൽ ഒന്നിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞ് ഞാൻ നിക്കോദേമോസിനെ അയച്ചിരുന്നു. ആരും അവിടെ കയറി വരാൻ ധൈര്യപ്പെടുകയില്ല. ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിന്റെ ദൗത്യം നിറവേറ്റാൻ കഴിയും. ഓ എന്റെ വീട്, എന്റെ എല്ലാ വീടുകളിലും വെച്ച് അനുഗ്രഹീതമായ വീട് അതായിരിക്കും. കാരണം അവിടുത്തെ അധ്യാപനം നിമിത്തം അത് വിശുദ്ധീകരിക്കപ്പെടും. നിന്റെ ശ്വാസോച്ഛ്വാസത്താൽ അത് പവിത്രമാകും. നിനക്ക് പ്രയോജനമുള്ളവനായി തീരുക എന്ന സന്തോഷം എനിക്ക് നൽകണമേ ഗുരോ, എനിക്കത് മതി. നീ കാണുന്നില്ലേ, അത് ഞാനിപ്പോഴേ തരുന്നുണ്ടല്ലോ. എന്നാൽ എനിക്ക് ജെറുസലേമിൽ താമസിക്കാൻ പറ്റുകയില്ല.
എന്നെ ആരും ഉപദ്രവിക്കയില്ല, എന്നാൽ എന്റെ അടുത്ത് വരുന്നവരെ ഉപദ്രവിക്കും. ഈ സ്ഥലത്തിനും യോർദാനും ഇടയ്ക്കുള്ള എഫ്രായിമിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ ഞാൻ സുവിശേഷം പ്രസംഗിച്ച ശേഷം സ്നാപകൻ ചെയ്തതുപോലെ മാമോദീസ നൽകും. പലസ്തീനായുടെ ആ പ്രദേശത്ത് എനിക്കൊരു ചെറിയ വീടുണ്ട്. അത് വേലക്കാരുടെ പണിയായുധങ്ങൾ സൂക്ഷിക്കാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോഴെല്ലാം വൈക്കോൽ ഉണങ്ങുന്ന സമയത്തും മുന്തിരിയുടെ ഫലമെടുക്കുന്ന സമയത്തും അവർ അവിടെ ഉറങ്ങാറുണ്ട്. അത് വളരെ ദരിദ്രമായ ഒരു വീടാണ്. വെറും 4 ഭിത്തിമേൽ ഒരു മേൽക്കൂര മാത്രം. എന്നാൽ അത് എന്റെ വസ്തുവിലാണ്. അതെല്ലാവർക്കും അറിയാം. ഈ അറിവ് കുറുക്കന്മാർക്ക് പേടിയുളവാക്കും. ഗുരുവേ, അത് സ്വീകരിക്കൂ. ഞാൻ വേലക്കാരെ അയച്ച് അത് ഒരുക്കാം. അതിന്റെ ആവശ്യമില്ല. നിന്റെ പണിക്കാർ അവിടെ ഉറങ്ങുന്നതാണെങ്കിൽ ഞങ്ങൾക്കും അത് മതിയാകും. ഞാൻ അത് മോടി പിടിപ്പിക്കയില്ല. എന്നാൽ കൂടുതൽ കിടക്കകൾ, വെറും സാധാരണമായ കരിമ്പടങ്ങൾ, ഇരിപ്പിടങ്ങൾ, വലിയ ജഗ്, കപ്പുകൾ എന്നിവ കൊടുത്തയക്കും. നിങ്ങൾക്ക് ഭക്ഷണവും പുതപ്പും ഉണ്ടായിരിക്കണം, പ്രത്യേകിച്ച് ശൈത്യമാസങ്ങളിൽ. ഞാനത് അന്വേഷിക്കട്ടെ. ഞാൻ തന്നെ അത് ചെയ്യേണ്ടി വരികയില്ല. മാർത്ത ഇതാ വരുന്നു. വീട്ടുകാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കി നടത്തുവാൻ നല്ല കഴിവും താല്പര്യവും അവൾക്കുണ്ട്. അവൾ വീടിനു വേണ്ടിയും അതിലുള്ളവരുടെ ആത്മാവിനും ശരീരത്തിനും ആശ്വാസം നൽകുന്നതിനു വേണ്ടിയും ജനിച്ചവളാണ്. പരിശുദ്ധമായ ഹോട്ടൽ നടത്തിപ്പുകാരി, നല്ലവളായ നീ വരൂ. നോക്കൂ, ഞാനും അവളുടെ മാതൃസഹജമായ സംരക്ഷണത്തിന് കീഴിൽ അവൾക്ക് കിട്ടിയിരിക്കുന്ന പിതൃസമ്പത്തിൽ സംരക്ഷണം തേടിയിരിക്കുകയാണ്. അങ്ങനെ അമ്മയില്ലാത്തതിന്റെ വിഷമം ഞാൻ അധികമായിട്ട് അറിയുന്നില്ല. മാർത്ത, ഈശോ തെളിവെള്ളം എന്ന പ്രദേശത്തേക്ക് പിൻവാങ്ങുകയാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണല്ലാതെ അവിടെ സുന്ദരമായി ഒന്നുമില്ല. വീട് ഒരാട്ടിൻകൂട് പോലെയുണ്ട്, ഒരാല. എന്നാൽ ഈശോ ആഗ്രഹിക്കുന്നത് ദരിദ്രമായ ഒരു വീടാണ്. അത്യാവശ്യത്തിനുള്ള സാധന സാമഗ്രികൾ നമുക്ക് നൽകാം. നീ സമർത്ഥയാണല്ലോ. അതിനു വേണ്ട കൽപ്പനകളെല്ലാം ഭൃത്യന്മാർക്ക് കൊടുക്കൂ. ഇത് പറഞ്ഞുകൊണ്ട് ലാസറസ് മാർത്തായുടെ സുന്ദരമായ കരം ചുംബിക്കുന്നു. മാർത്ത കൈ ഉയർത്തി മാതൃസഹജമായ ചുംബനം ലാസറസിന് നൽകുന്നു. മാർത്ത പറയുന്നു, ഞാൻ ഇപ്പോൾ തന്നെ പോകാം. മാക്സിമിന്യൂസിനെയും മർസല്ലായെയും കൂടെ കൊണ്ടുപോകാം. വണ്ടിക്കാരോട് പറയാം സാധനങ്ങളെല്ലാം അടുക്കി കെട്ടുവാൻ. ഗുരുവേ, എന്നെ അനുഗ്രഹിക്കൂ. അങ്ങനെ അങ്ങയുടേതെന്തെങ്കിലും കൂടെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയട്ടെ. ശരി, എന്റെ ദയുള്ള ഹോട്ടൽ നടത്തിപ്പുകാരി. ലാസറെ വിളിച്ചതുപോലെ ഞാനും വിളിക്കട്ടെ. നിനക്ക് കൂടെ കൊണ്ടുപോകാൻ എന്റെ ഹൃദയം തരുന്നു. അത് നിന്റെ ഹൃദയത്തിൽ വച്ചുകൊള്ളുക. ഗുരുവേ, ഇന്ന ഐസക്കും ഏലിയാസും മറ്റും ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞോ? സമതലങ്ങളിൽ മേച്ചിൽ സ്ഥലങ്ങൾ നൽകാമോ എന്നെന്നോട് ചോദിച്ചു. സ്വല്പസമയം ഒന്നിച്ചായിരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഞാൻ സമ്മതിച്ചു. ഇന്ന് അവർ പോകും. ഭക്ഷണത്തിന് അവർ ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവർക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാം. അതെ, അങ്ങനെ നമുക്ക് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം. എന്നാലും അങ്ങ് ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. ശരി, ഞാൻ വരും. ഇതേക്കുറിച്ച് ഞാൻ സൈമണോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്റെ ശിഷ്യന്മാരുമായി വന്ന് ഈ വീടിനെ ആക്രമിക്കുന്നത് അത്ര ശരിയല്ലല്ലോ. അതിനാൽ സൈമണിന്റെ വീട്ടിലേക്ക് ചെല്ലാമെന്നാണ് പറഞ്ഞത്. ഗുരുവേ, അത് വേണ്ട. എന്നെ എന്തിനു വേദനിപ്പിക്കണം? ലാസറസേ, അതിലേക്ക് ചുഴിഞ്ഞു ചിന്തിക്കാതെ അതാണ് ശരിയെന്ന് ധരിക്കുക. പക്ഷേ എന്നാൽ പക്ഷേ എന്നാൽ ഞാൻ എപ്പോഴും നിനക്ക് അധീനമായിരിക്കുന്ന പ്രദേശങ്ങളിലായിരിക്കും. സൈമണിന് പോലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എനിക്കറിയാം. എന്നോടടുത്തായിരിക്കാൻ വേണ്ടി സ്വയം പ്രത്യക്ഷപ്പെടാതെ, വലിയ ചർച്ചയൊന്നും കൂടാതെ വസ്തു വാങ്ങാൻ ആഗ്രഹിച്ച തെയോഫിലസിന്റെ അതേ പുത്രൻ, തീക്ഷ്ണമതിയായ സൈമണിന്റെ വിശ്വസ്ത സ്നേഹിതൻ, നസ്രസിലെ ഈശോയുടെ ഒരു വലിയ സ്നേഹിതൻ ബെഥനിയിലെ ലാസറസ് ആണ്. ജോനായ്ക്ക് വേണ്ടി കൊടുക്കാൻ തുക ഇരട്ടിയാക്കിയതും സൈമണിന്റെ സ്വത്തിൽ നിന്ന് അത് കുറയ്ക്കാതിരുന്നതും, ദരിദ്രനായ ഗുരുവിനു വേണ്ടിയും ഗുരുവിന്റെ ദരിദ്രർക്കു വേണ്ടിയും കുറേയധികം ചെയ്യുക എന്ന സന്തോഷം സൈമണിന് നൽകാൻ ലാസറസ് എന്നു പേരുള്ള ഒരുവനാണ്.
എന്നെ സഹായിക്കുവാൻ, ആശ്വസിപ്പിക്കാൻ, രക്ഷിക്കാൻ എല്ലാ പരിശ്രമങ്ങളും താല്പര്യത്തോടും വിവേകത്തോടും കൂടെ സംഘടിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് ബെഥനിയിലെ ലാസറസ് ആണെന്ന് എനിക്കറിയാം. ഓ, അങ്ങനെ പറയരുതേ. ഞാൻ വിചാരിച്ചത് ഞാൻ എല്ലാം വളരെ രഹസ്യത്തിൽ ചെയ്തു എന്നാണ്. മനുഷ്യർക്ക് രഹസ്യം, എന്നാൽ എനിക്ക് രഹസ്യമില്ല. ഞാൻ ഹൃദയാന്തർഭാഗങ്ങൾ വായിക്കുന്നു. സ്വാഭാവികമായ നിന്റെ നന്മയുടെ കൂടെ സ്വഭാവാതീതമായ പൂർണ്ണത കലർന്നിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. കാരണം നീ ഒരാത്മാവിന്റെ രക്ഷയ്ക്കായും നിന്റെയും മാർത്തായുടെയും വിശുദ്ധിക്കായും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇവ സ്വഭാവാതീത അനുഗ്രഹങ്ങളാണല്ലോ. തന്നെയുമല്ല, ലോകത്തിന്റെ രീതി അനുസരിച്ച് നല്ലവനായാൽ പോരാ. ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കണമെങ്കിൽ അരൂപിയുടെ നിയമങ്ങൾ അനുസരിച്ചും നല്ലവനായിരിക്കണമെന്ന് നിനക്കറിയാം. എന്റെ വാക്കുകൾ നീ കേട്ടില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ അത് രഹസ്യത്തിൽ ചെയ്യുവിൻ, അപ്പോൾ പിതാവ് വലിയ പ്രതിഫലം നിങ്ങൾക്ക് തരും എന്ന്. നീ അത് ചെയ്തത് എളിമയോട് നിനക്ക് സ്വാഭാവികമായി ഒരു ചായ്വുള്ളതുകൊണ്ടാണ്. ഞാൻ ഗൗരവമായി പറയുന്നു, നിനക്ക് ഭാവന ചെയ്യാൻ പോലും കഴിയാത്ത ഒരു പ്രതിഫലം പിതാവ് നിനക്കായി ഒരുക്കുന്നുണ്ട്. മേരിയുടെ രക്ഷയാണോ? അതുണ്ട്, പിന്നെ വളരെ വളരെയധികം. അതിൽ കൂടുതൽ എന്താണുള്ളത് ഗുരുവേ? അസാധ്യം. ഈശോ അയാളെ നോക്കി പുഞ്ചിരി തൂകുന്നു. പിന്നീട് ഒരു സങ്കീർത്തനം ഉരുവിടുന്ന രീതിയിൽ പറയുന്നു, കർത്താവ് ഭരിക്കുന്നു, അവന്റെ വിശുദ്ധർ അവനോട് കൂടെയും. അവന്റെ പ്രകാശകതിരുകളാൽ അവൻ മുടി നെയ്തെടുക്കുന്നു, തന്റെ വിശുദ്ധരുടെ ശിരസിൽ അത് വഹിക്കുന്നു. ദൈവതൃക്കണ്ണുകളിലും സകല ലോകത്തിന്റെയും മുമ്പാകെയും അവർ പ്രകാശിക്കേണ്ടതിന് തന്നെ. എന്ത് പദാർത്ഥം കൊണ്ടാണ് അത് മെനഞ്ഞിരിക്കുന്നത്? ഏതു തരം കല്ലുകൾ പതിച്ചാണ് അവ അലങ്കരിച്ചിരിക്കുന്നത്? വളയം സ്വർണമാണ്, തനിത്തങ്കമാണ്. ദൈവസ്നേഹവും മനുഷ്യസ്നേഹവുമാകുന്ന ഇരട്ട അഗ്നി കൊണ്ടാണ് അതുണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സുകൊണ്ട് അടിച്ച് രാഗി മുറിച്ച് മിനുസപ്പെടുത്തി മനോഹരമാക്കിയിരിക്കുന്നു. മുത്തുകൾ എത്ര വളരെ! ഏപ്രിൽ മാസത്തിലെ പുല്ലിനേക്കാൾ പച്ച നിറമുള്ള മരതകങ്ങൾ, ആകാശം പോലെ നീലിമയാർന്ന ഇന്ദ്രനീല കല്ലുകൾ, വയലറ്റ് രത്നങ്ങൾ, എല്ലാം എല്ലാം. ഇവയെല്ലാം ഒരു ജീവിതകാലം മുഴുവനിലേക്കും ഉദ്ദേശിച്ചാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അവസാനത്തെ പണിയായി മാണിക്യക്കല്ല് പതിച്ച ഒരു വലയം, മഹത്വത്തിന്റെ ശിരസിൽ ഒരു വലിയ രത്നകിരീടം. കാരണം അനുഗ്രഹീതനായ ഈ മനുഷ്യന് വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിരുന്നു. ശാന്തത, ചാരിത്ര്യം, മിതത്വം, ശക്തി, നീതി, വിവേകം, കണക്കില്ലാത്ത ദയ. അവസാനം അവന്റെ രക്തം കൊണ്ട് എന്റെ നാമവും എന്നിലുള്ള വിശ്വാസവും അവന്റെ നെറ്റിയിൽ എഴുതും. എന്നോടുള്ള സ്നേഹവും അവന്റെ നാമവും സ്വർഗത്തിലും എഴുതും. ദൈവത്തിന്റെ നീതിമാന്മാരെ, സന്തോഷിക്കുവിൻ. മനുഷ്യൻ അറിയുന്നില്ല, എന്നാൽ ദൈവം കാണുന്നു. നിത്യതയുടെ ബുക്കിൽ അവൻ എന്റെ വാഗ്ദാനങ്ങൾ എഴുതുന്നു. നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ പേരുകളും കർത്താവായ ക്രിസ്തുവിനോട് കൂടെ നിത്യകാലത്തേക്ക് വിജയശ്രീലാളിതരായ ഭാവി യുഗത്തിലെ രാജകുമാരന്മാർ. ലാസറസ് ആശ്ചര്യഭരിതനായി ഈശോയെ നോക്കുന്നു. പിന്നീട് മന്ത്രിക്കുന്നു, ഓ, എനിക്ക് സാധിക്കയില്ലായിരിക്കും. നീ അങ്ങനെയാണോ വിചാരിക്കുന്നത്? വില്ലോ മരത്തിന്റെ തൂങ്ങിക്കിടക്കുന്ന ഒരു ചില്ല ഒടിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈശോ പറയുന്നു, നോക്കൂ, ഞാൻ ഈ ചുള്ളി വളയ്ക്കുന്നത് പോലെ സ്നേഹം നിന്റെ ആത്മാവിനെ രൂപപ്പെടുത്തും. അതുകൊണ്ട് നിത്യമായ ഒരു കിരീടം നിനക്കുണ്ടാക്കും. വ്യക്തിപരമായി രക്ഷകൻ സ്നേഹമാണ്. സ്നേഹിക്കുന്നവൻ സ്വന്തം രക്ഷ ആരംഭിക്കുന്നു. മനുഷ്യപുത്രൻ അതിന്റെ പൂർത്തീകരണം ആകും. ദർശനം അവസാനിക്കുന്നു.